വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ജോലിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരാൾ കമൻറ്റ് ചെയ്തതാണ്, ഞാൻ +2 പഠിക്കുന്ന ഒരാളാണ്, എനിക്ക് നഴ്സിംഗ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അതായത് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ജോലികൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് നമ്മൾ ട്രാൻസ് ആയതിൻ്റെ പേരിൽ നമുക്ക് ജോലികൾ നഷ്ടമാവുന്നുണ്ട് ഒരുപാട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ഞാൻ പറയുന്നത്. ഒരു ട്രാൻസ് ആയിരിക്കുന്ന സമയത്ത് അവഗണനകൾ കുറയുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ടെലികോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശബ്ദം മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ഓൺലൈൻ വർക്ക് ആകുമ്പോൾ നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ ഒരുപാട് ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡാറ്റ എൻട്രി ആണെങ്കിൽ കൂടെ നമ്മൾ ID കാർഡ് നമ്മളെ മെയിലാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരൊരു ട്രാൻസ് ആണ്. ഇപ്പം നമ്മൾ ID കാർഡ് മെയിലാണെങ്കിൽ നമ്മൾ ഇപ്പം ഡാറ്റ എൻട്രിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മളുടെ ആധാർ കാർഡും അല്ലെങ്കിൽ പാൻ കാർഡൊക്കെയാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അതിൽ നമ്മൾ മെയിലാണ്, ജെൻഡർ മെയിലാണ്, പേര് മെയിലാണ് കൊടുക്കുന്നു, അവർ വർക്ക് തരുന്നു, നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമ്മൾ ആണാണ് പെണ്ണാണ്. അപ്പം നമ്മൾ ആണിൻ്റെതായ ജോലി ചെയ്ത് കാശ് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അത് എനിക്കറിയില്ല, ഒരു ജെൻഡറിൽ ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് വാങ്ങിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോൾ എൻ്റെ ID കാർഡിൽ ഞാൻ ഫീമെയിലാണ്, പക്ഷെ നമ്മൾ കാണുമ്പോൾ ട്രാൻസ് ആണല്ലോ. ഫീമെയിൽ ആയിട്ട് നമ്മൾ ആ ജോലി വാങ്ങുന്നു, ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ആ കമ്പനിക്കാർക്ക് അറിയുന്നില്ല ഞാൻ ട്രാൻസ് ആണോ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ അവിടെ ശബ്ദമോ നമ്മളുടെ രൂപമോ നമ്മളുടെ ബോഡി ലാംഗ്വേജോ പോകുന്നില്ല. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെലികോളിംഗ് ആണെങ്കിൽ കൂടെ നമ്മളൊരു പുരുഷന്റെ ഒരു ടെലികോളറായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ ശബ്ദം പുരുഷൻ്റെതായതുകൊണ്ട് സാറിന് വിളിക്കാം അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കാം. അപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. ഇപ്പൊ ഒരു സെയിൽസിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ തുണിയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ നമ്മളുടെ ശൈലി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ പെണ്ണാണ്. അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ശരീരത്തിൽ പെണ്ണിന്റെ ശൈലിയായിട്ട് കാണുമ്പോൾ പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളൊരു പാത്രം കഴുകുന്ന ജോലിയാണ്, ഒരു വീട്ടുപണിയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മെയിലായിട്ട് ചെയ്യുന്ന സമയത്ത് പെണ്ണിൻ്റെതായ ശൈലി ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഞാനൊരു ട്രാൻസ് ആയതിന്റെ മേലെ എനിക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണം. അപ്പൊ വരുമാനത്തിനായിട്ട് നമുക്കൊരു ജോലി വേണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഒരു ട്രാൻസിന് ആ ജോലി മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ നഴ്സിംഗ് ആണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പോരാടുക. അതായത് നമ്മളുടെ ഈ ലോകത്ത് ഒരുപാട് ജോലികൾ, അതായത് എല്ലാ ട്രാൻസും എല്ലാത്തിലും ഉണ്ട്. അതായത് പൈലറ്റ് ആയവരുണ്ട്, ഡോക്ടർ ആയവരുണ്ട്, ഡോക്ടറുണ്ട്, പിന്നെ എന്ന് പറയുകയാണെങ്കിൽ വക്കീലുണ്ട്, അതുപോലെ മന്ത്രിമാരുണ്ട്. അതായത് നമ്മളത് നേടിയെടുക്കുന്നതാണ്. മനസ്സിലായോ? നിങ്ങളൊരു നേഴ്സ് ആവണം. നമുക്ക് നേഴ്സ്, എനിക്ക് 2 കൂട്ടുകാരികളുണ്ട്. നമുക്ക് ഈ നമ്മളുടെ കരിയറിലോട്ട് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ നേഴ്സായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും കിട്ടൂല. നമ്മൾ ഒരുപാട് കഠിനമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ ജോലി കിട്ടുള്ളൂ. കാരണം ഒരു ട്രാൻസ് ആയതിന്റെ പേരിൽ നമുക്ക് അവഗണനയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം കൂടെ ഈ ലോകത്തുണ്ട്. ഒരു വിഭാഗം നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് ആ നഴ്സിംഗ് ജോലി അവോയ്ഡ് പെടാം, കിട്ടാതെ ആവാം. അതൊന്നും ദുഃഖിക്കരുത്. നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ, മറ്റു പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോസിബിൾ ഉണ്ട്. ബാംഗ്ലൂരൊക്കെ അതൊന്നും ട്രാൻസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നഴ്സിങ്ങിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ജോലി, വരുമാനം, നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രാൻസ് ആയിട്ട് തന്നെ ഒരു നേഴ്സിന് വേണ്ടി തന്നെ നിങ്ങൾ പരിശ്രമിക്കാം. വീട്ടുകാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഫുഡ് വേണം, താമസം വേണം, അല്ലെങ്കിൽ ചെലവിനുള്ള കാശ് വേണം. നമ്മളുടെ വീട്ടുകാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണം വരെ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ചില സാഹചര്യത്തിൽ ഇപ്പൊ എൻ്റെ വീട്ടുകാർ എന്നെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ അവർക്ക് എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആഗ്രഹം, ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ കരിയറിന്റെ പുറത്ത് ഞാൻ പോയതാണെങ്കിൽ എനിക്ക് പെണ്ണാവാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പെണ്ണാവാതിരുന്നാണെങ്കിൽ എൻ്റെ കരിയർ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണ്. 10-20 വയസ്സിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിനിമ ഫീൽഡിലൊക്കെ ഇത് അക്സെപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് കാണുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെതായ ഒരു ശരീരം കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ കരിയർ ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ പെണ്ണാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാഷൻ ഡിസൈനിങ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിറങ്ങിയ സമയം സിനിമയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ എനിക്കത് കോണ്ടാക്ട് ചെയ്ത് പോകാൻ, എനിക്കിപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ എനിക്കത് പോകാൻ ഒരു മടിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ബൊട്ടിക്കലാണ് പോയത്. ബൊട്ടിക്കലാണെങ്കിലും എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ജെൻഡറിന്റെ പേരിൽ. പിന്നെ ഞാൻ സെയിൽസ് മാനായിട്ട് വർക്ക് ചെയ്തു, അവിടെയും എനിക്ക് ജെൻഡറിന്റെ ഇഷ്യൂസ് വന്നു.
അങ്ങനെ യാദൃശികമായിട്ടാണ് ഞാനൊരു ടെലികോളിംഗ് ഓഫീസിലേക്ക് പോയത്. പക്ഷെ ആ ഒരു ഓഫീസിൽ എനിക്കൊരു ജെൻഡർ ഒരു പ്രശ്നമല്ലാതെ ആയി. അപ്പൊ എനിക്കത് സേഫായി. അങ്ങനെയാണ് ഞാനൊരു ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. കാരണം എൻ്റെ പെണ്ണാവാൻ വേണ്ടി എനിക്ക് ആ കരിയർ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ആ പഠിച്ചിറങ്ങിയ സമയത്ത് നമ്മൾ അതേ ഫീൽഡിൽ നമ്മൾ ട്രെയിനിങ് ചെയ്താലേ ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനറായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇനിയിപ്പം ഞാൻ ഒന്നേന്ന് തുടങ്ങണമെങ്കിൽ എനിക്ക് ഈ ഒരു ജോലിയിലുള്ള ഒരു വരുമാനം കൊണ്ടാണ് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ വീണ്ടും ഫാഷൻ ഡിസൈനിങ് എനിക്ക് മറന്നിട്ടൊന്നുമില്ല, ചെയ്യാം. എനിക്ക് ഒരാളുടെ കീഴിൽ പോയി ചെയ്യാൻ താല്പര്യം. വീട്ടിലെന്തെങ്കിലും തയ്യലൊക്കെ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ തയ്യൽ നമ്മൾ സ്റ്റാർട്ടിങ് ഏതൊരു ബിസിനസ്സിലാണെങ്കിലും കുറവുണ്ടാകും. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ മാസം ഒരു 5000-6000 ഒക്കെ കിട്ടുള്ളൂ നമ്മൾ നാട്ടിൽ പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ. ഇപ്പൊ പിന്നെ നമുക്ക് മീഡിയയിലൊക്കെ ഇത് സെയിൽ ചെയ്യാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കണം. പക്ഷെ നമുക്കതിൽ നഷ്ടങ്ങളും ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നഷ്ടം ഉണ്ടാവും. പക്ഷെ ആ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിൽ എനിക്ക് സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ എനിക്ക് ഈ ഒരു ജോലിയിലുള്ള വരുമാനം കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഇതിലാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഇപ്പൊ ഇതിൽ ഞാൻ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ 10, 20, 30 ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ മടി പിടിച്ചിട്ടാണ്. ഞാൻ 24 മണിക്കൂർ ആക്റ്റീവാണ്. ഒന്ന് അസുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങും, പിന്നെ ജോലി ചെയ്യും, കുറച്ച് യൂട്യൂബിന് വേണ്ടി സമയം കളയും, കുറെ പരിപാടികളുണ്ട് ഫാമിലിക്ക് വേണ്ടി. അങ്ങനെ കുറെ സമയം കളയും. എനിക്ക് ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്നാണ്. കാശിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹമില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം എനിക്കിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ഡെയിലി ചെയ്താലും വെറുക്കും, ജോലിയാണെങ്കിൽ കുറേ ചെയ്യുമ്പോൾ മടുക്കും. അപ്പം എനിക്ക് മാസം ഒരു വരുമാനം ചെലവിനുള്ളതായി കഴിഞ്ഞാൽ, ടാർഗറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ചെയ്യാറുള്ളൂ. അതിന് മുമ്പ് ഹാർഡ് വർക്ക് ചെയ്യും, പിന്നെ ഞാൻ എൻജോയ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ലൈഫ്. എനിക്കൊരു മാസം 10 ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കാശ് കുറെ വേണമെന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ ട്രാൻസിന് ഈ ജോലി തന്നെ ചെയ്യാൻ പറ്റണം എന്നില്ല. ഏതൊരു ജോലിയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പരിശ്രമിക്കാം. പിന്നെ നിങ്ങളൊരു മെയിലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മെയിലായിട്ട് നിന്ന് തന്നെ നഴ്സിംഗ് ഒക്കെ ആയി ഒരു നഴ്സിംഗ് ജോലിയിൽ പ്രവേശനത്തിന് ശേഷം, അതായത് പ്രവേശനം ചെയ്തതിന് ശേഷം നിങ്ങളൊരു ട്രാൻസ് ആവുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം നമ്മളുടെ കഴിവുകൾ അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് നമ്മളൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് നമ്മളൊരു ജോലിയിലോട്ട് പോകുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ ടെലികോളിംഗിൽ പോയത് ഒരു മെയിലായിട്ടാണ്. അപ്പോൾ മെയിലായിട്ട് പോയിട്ട് നമ്മളുടെ കഴിവുകൾ അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് നീ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല ജോലി ചെയ്താൽ മതി എന്ന് സാറ് പറഞ്ഞു. ഒരു 5 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അതായത് അവർക്ക് ലാഭമാണ്, അതായത് അവർ ബിസിനസ് ആണ് നോക്കുന്നത്. അപ്പൊ അവർക്കത് പ്രശ്നമില്ല. പിന്നെ ചെറിയ ഒരു മനുഷ്യത്വം ഉണ്ട് എൻ്റെ സാർക്ക്. അതിന്റെ പേരിൽ എനിക്കൊരു നന്ദിയുണ്ട്. ഇപ്പോൾ നമ്മൾ അവരൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സ്ഥാപനത്തിൽ ഒരു ട്രാൻസ് ജോലിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നാട്ടുകാർ ചോദിക്കാം എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാർ ജോലിക്ക് വെക്കുന്നത്. സാർക്കും അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ സാർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം, ഞാനൊരു സത്യസന്ധനാണെന്ന് സാർ തന്നെ പറയാറുണ്ട്, ആ രീതിയിൽ നിന്നു. അതുകൊണ്ട് എനിക്കിപ്പോഴും ആ ഒരു സ്ഥാപനത്തിനോട് നന്ദിയുണ്ട്. ആ സ്ഥാപനത്തിൽ ഞാൻ ഇറങ്ങിയതാണ് ഒരു ചെറിയൊരു ഇഷ്യൂ കാരണം. എന്നാലും ഞാൻ എൻ്റെ വീട് പോലും ഞാൻ വല്ലപ്പോഴും ആ ഭാഗത്ത് പോയി സംസാരിച്ചിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിലായത്. അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഈ പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ പോലെ പെണ്ണായിട്ട് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സർജറീസ് ഒന്നും നടക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് ഭാഗ്യം ആണ് ഈ ലൈഫിൽ. പിന്നെ എനിക്ക് ഒരു ഫെയിലിയർ എന്ന് പറയുമ്പോൾ പ്രണയത്തിലാണ്. അതിന്റെ കഥകൾ ഞാൻ പറയുന്നുണ്ട്. അത് ഒരു ലവ് സ്റ്റോറിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 3 എണ്ണം കൂടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ജലദോഷം പിടിച്ചിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ജോലി, നിങ്ങൾ നേഴ്സ് ആണെങ്കിലോ എഞ്ചിനീയർ ഏതാണോ നിങ്ങൾ, ഇന്നത്തെ കാലത്ത് നമുക്കത് നേടിയെടുക്കാൻ പറ്റും തന്നെ ഞാൻ കരുതുന്നത്. നമുക്ക് പറ്റും. ഇപ്പൊ നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ നേഴ്സിങ്ങിന് വേണ്ടി, ഇപ്പൊ നമ്മൾ ഈ ഒരു സിനിമ പറയുകയാണെങ്കിൽ ധനുഷിന്റെ ഒരു സിനിമയുണ്ട് വേലയില്ല പട്ടധാരി. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ആ ജോലിക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കാത്തിരിക്കും. അതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങളെ ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ ജോലി കിട്ടുന്നവരെ നല്ലോണം ട്രൈ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡാറ്റ എൻട്രി വേറെ എന്തെങ്കിലും വരുമാനത്തിന് വേണ്ടി ചെയ്യുക. മനസ്സിലായ? ആ പാഷൻ ഒരിക്കലും കളയരുത്. നേഴ്സ് തന്നെ ആവണം. എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്, അഭിരാമിയാണ്. അവളും ഈ പറഞ്ഞ പോലെ നേഴ്സ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു, ട്രാൻസ് ആവണം. അപ്പൊ രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് അവൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം ഈ നേഴ്സ് ആവും എന്നിട്ട് ട്രാൻസ് ആവും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നേഴ്സായ 2 പേരുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരുന്ന തലമുറകളിലെല്ലാം സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. നമുക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണമെന്നേ ഉള്ളൂ. അപ്പൊ ആ വരുമാനം നമ്മളുടെ വീട്ടുകാർ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, നമ്മളെ സഹായിക്കുന്നവരാണെങ്കിൽ, ഫുഡും സ്റ്റേയും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെലവിന് എന്തെങ്കിലുമൊക്കെ തരും. ഡ്രസ്സ് അങ്ങനെ ആർഭാട ജീവിതം പറ്റൂല. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. ആർഭാടമാകുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു 1000ന്റെ ഡ്രസ്സ് വാങ്ങിച്ചാൽ 2000ന്റെ ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും നേഴ്സ് ആവാൻ പറ്റൂല.
ഇപ്പൊ വീട്ടുകാരാണെങ്കിൽ ഇപ്പോൾ ഒരു ഓണം വരുന്നു, വിഷു വരുന്നു, നമുക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് തരുന്നു, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവുക. അല്ലാതെ ഞാൻ ജോലിക്ക് പോയി എനിക്ക് 2000 രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ കുറച്ച് ചെരുപ്പ് വാങ്ങി, കുറച്ച് മേക്കപ്പ് ഇടാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ പറ്റൂല. നിങ്ങളുടെ ലക്ഷ്യം നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡ് നമുക്ക് കിട്ടുന്നു, ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹിക്കരുത്. നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്, സ്റ്റേ കിട്ടുന്നുണ്ട്, പിന്നെ അത്യാവശ്യത്തിന് ചെലവിന് ഹോസ്പിറ്റൽ കേസിന് അത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. വീട്ടുകാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ചില വീട്ടുകാരെ നമ്മളുടെ ആഗ്രഹത്തിനൊക്കെ കൂട്ടു നിൽക്കും. അത്രയും സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ, നമ്മൾ സാധാരണ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ 1 തൊട്ട് 10 വരെ പഠിച്ചു. എനിക്ക് 1 രൂപ 2 രൂപയൊക്കെ കിട്ടുള്ളൂ മിഠായി വാങ്ങിക്കാൻ. 10ാം ക്ലാസ്സിലാകുമ്പോൾ ഒരു 5 രൂപ വരെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ചെലവുകളൊന്നുമില്ല. കാരണം വീട്ടിലെ ഫുഡ്, സ്കൂളിലെ ഫുഡ്, വന്നു പഠിക്കുന്നു, പുസ്തകത്തിനൊക്കെ കാശ് അമ്മ തരുന്നു. അല്ലെങ്കിൽ ഡ്രസ്സൊന്നും ഞങ്ങൾ എടുക്കില്ല, 2 കൊല്ലം 3 കൊല്ലം കൂടുതൽ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും തന്ന ഡ്രസ്സിലൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ് പണ്ട്. അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു. പഠിക്കുന്ന ബുക്കുകളാണെങ്കിലും പഴയ ബുക്കുകളൊക്കെ തന്നെയാണ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ചെലവുകളൊന്നുമില്ല. അത് വീട്ടുകാർക്കാണ് വീട്ടു ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഞാൻ ITIയിൽ പഠിക്കുമ്പോൾ മിനിമം എനിക്ക് 10-20 രൂപ തരും. ബസ് ചാർജ് തന്നെ 10 രൂപ വരും. പിന്നെ 10 രൂപ നല്ല ലോങ് ആയിട്ട് ഞാൻ പഠിച്ചത്. പിന്നെ 10 രൂപ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട്. അപ്പോഴും ഞാൻ ഒന്നും വാങ്ങി തന്നില്ല, ഫ്രണ്ട്സ് തന്നെ അത് കൊണ്ടുപോകും കാശ്. അപ്പോൾ അപ്പോഴും നമുക്ക് ഇത്രയും കൊല്ലം 17 വയസ്സ് വരെ ഈ 10-20 രൂപയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊല്ലം മേലെ ജീവിക്കാം. നമ്മളുടെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ സാധാരണ കൂലിപ്പണിക്കാരാണ്. അപ്പൊ ആ ഒരു വരുമാനത്തിൽ നമ്മളൊരു 17 വയസ്സ് വരെ ജീവിച്ചിട്ട് നമുക്ക് അതുപോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് മറ്റുള്ളവർ ഒരു ദിവസം 50 രൂപ ചെലവാക്കുന്നു, നമുക്ക് 100 രൂപ ചെലവാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ നമുക്കത് എത്തിക്കാൻ പറ്റൂല. വീട്ടുകാർ പണക്കാരാണെങ്കിൽ നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ. അപ്പൊ നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് വിചാരിച്ചാൽ എന്തായാലും എത്താൻ പറ്റും. നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നേഴ്സ് ആവാം, എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയർ ആവാം. ഏത് ജോലിയാണ് നിങ്ങൾക്ക് ആവാൻ പറ്റുക ആവാം. ഈ കേരളത്തിൽ നിങ്ങൾക്ക് അത് ആവാൻ പറ്റില്ലെങ്കിൽ ബാംഗ്ലൂർ, നിങ്ങൾ ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും നിങ്ങളൊരു ട്രാൻസ് ആണെന്നുള്ള ജെൻഡർ ഐഡന്റിറ്റിക്ക് അല്ല ഫീമെയിൽ ID കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് ജോലി നേടാം. അപ്പൊ എല്ലാവരുടെയും മത്സരമാണ്, ജോലിയിൽ നമുക്ക് മത്സരമാണ്. ഇപ്പൊ ഞാൻ ടെലികോളിംഗ് ആണ്, ഒരാൾ 4 കൊല്ലം എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് 5 കൊല്ലമാണെങ്കിൽ എനിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നന്നായി നല്ല മാർക്കോടെ പഠിച്ച് പാസ്സാവാൻ നോക്കുക. നമ്മൾ ട്രാൻസ് ആയതിന്റെ പേരിൽ കിട്ടുമോ കിട്ടില്ലോ എന്നൊന്നും ടെൻഷൻ അടിക്കണം. നിങ്ങൾ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ട്രൈ ചെയ്യാം. അതിന്റെ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകളോ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ വല്ല പത്രം ഇടാൻ പോവാം. അങ്ങനെ നമുക്ക് ട്രാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ജോലികളുണ്ടല്ലോ. വല്ല പച്ചക്കറി കച്ചവടം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് സൈഡായിട്ട് ചെയ്യാം. നമ്മൾ നേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഓൺലൈൻ വർക്ക്സ് ഒക്കെ ചെയ്യാം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വർക്ക്സ് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ആയുർവേദ മെഡിസിൻ കമ്പനിയിലെ ടെലികോളറാണ്. അപ്പൊ നിങ്ങളൊരു നേഴ്സ് ആണെങ്കിൽ ആ ഒരു മെഡിസിൻ ഫീൽഡിൽ ഒരു ടെലികോളറായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ OLXൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലി വേക്കൻസി കിട്ടും. ഇപ്പൊ ഞാൻ എറണാകുളം താമസിക്കുന്ന സമയത്ത് ഞാൻ OLXൽ നോക്കി വിളിച്ചു, ഞാൻ പറയും എനിക്ക് ഓൾറെഡി ജോലി ഉണ്ടെങ്കിൽ കൂടെ എക്സ്ട്രാ വരുമാനം കിട്ടാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ ഞാൻ പറയും എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയും ഞാനൊരു ട്രാൻസ് ആണ്, നിങ്ങൾ കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല, ചെയ്തോളും തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച ജോലികളൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയും, ഇങ്ങനെ ട്രാൻസാന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യും. പക്ഷെ അവരൊന്നും കൊടുത്താൽ ചെയ്യില്ല. എൻ്റെ ഹോസ്റ്റലിൽ ഒരുപാട് ജോലി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഓഫീസിലെ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നേഴ്സ് ആവും, അതെനിക്കൊരു വിശ്വാസമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അത് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യാം. അപ്പൊ എനിക്ക് ഇതുപോലെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, അത് നേഴ്സായ 2 പേരുടെ നമ്പർ തരാൻ പറ്റുമെന്ന്. കാരണം ഞാൻ കമ്മ്യൂണിറ്റിയിലുള്ളവരുമായിട്ട് അധികം കോണ്ടാക്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതായത് എല്ലാവരും എന്നെ അറിയുന്നവരും എനിക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ ഒരിക്കലും അങ്ങോട്ട് സംസാരിക്കാൻ പോവാറില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുമായിട്ട് അധികം കൂട്ടില്ല. ഞാൻ എൻ്റെതായ നിലപാടിൽ, എൻ്റെതായ രീതിയിൽ, എൻ്റെതായ ഒരു ഇൻട്രോവേർട്ടായിട്ടാണ് ഞാൻ പോകുന്നത്. കമ്മ്യൂണിറ്റിയായിട്ട് അധികം കാരണം എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് കോണ്ടാക്ട് ഇല്ലാത്തത്. എന്നിരുന്നാൽ കൂടെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനൊക്കെ ഇന്നത്തെ കാലത്ത് ആരുടെ തണികാണായാലും പെണ്ണായാലും ആവശ്യത്തിന് സംസാരിക്കണത് ഏറ്റവും നല്ലത്. കാരണം പ്രശ്നങ്ങൾ കൂടും. പെണ്ണും ആണെങ്കിലും ആണാണെങ്കിലും ട്രാൻസ് ആണെങ്കിലും പ്രശ്നങ്ങൾ കൂടും. എനിക്ക് എൻ്റെ ജെൻഡറിലുള്ള വ്യക്തികളുടെ അടുത്താണ് പ്രശ്നങ്ങൾ കൂടുതൽ. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാറില്ല. വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ ആവശ്യത്തിനൊക്കെ ഞാൻ കൂട്ടുകൂടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചിന്തിക്കുന്നല്ലോ, എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് മറ്റു ട്രാൻസ്ഫർ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അത് അവരുടെ കുറ്റമല്ല, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്.
അപ്പൊ അവർക്ക് വേറൊരു ട്രാൻസിനോട് സംസാരിക്കാനോ അവർക്ക് വഴികാട്ടിയാവാൻ താല്പര്യം കാണിക്കുന്നവരായിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അങ്ങനെ നമ്പർ ഷെയർ ചെയ്യാനൊന്നും സാധിക്കില്ല. ഇപ്പൊ എന്റെ നമ്പർ ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യില്ലല്ലോ. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇപ്പൊ ഇതിൽ സംസാരിച്ച കുറച്ച് പേരെടുത്ത് നമുക്ക് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിൽ അറ്റാച്ച്ഡ് ആയ ഒരു വ്യക്തിയാണ് അഭിരാമിയായിട്ട് നല്ല കോണ്ടാക്റ്റിലുണ്ട്. അപ്പോൾ ചില അത് നമ്മൾ എല്ലാവരുടെ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ താല്പര്യം കാണില്ല. അതൊന്നും സമയം, സന്ദർഭം. പിന്നെ ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പറയുമ്പോൾ എന്നും ഡിപ്രഷനും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൊതുവെ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. അത് അവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണ്. എനിക്കാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ചുറ്റുപാടും കൂടെ നമുക്കുണ്ട്. ഇപ്പൊ എല്ലാ ചുറ്റുപാടും എനിക്ക് ടെൻഷൻസ് ഇല്ല. അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ല, ഫാമിലി പ്രോബ്ലം ഇല്ല, സമൂഹത്തിന്റെ പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഇതെല്ലാം ഒരു വ്യക്തിയെടുത്ത് നമ്മൾ എന്ത് സംസാരിച്ചാലും അവർ ദേഷ്യപ്പെടും പെട്ടെന്ന്. അവർക്ക് അത്രയും ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. കാരണം എന്റെ ചുറ്റുപാടുകൾ എനിക്ക് നല്ലതാണ്. അപ്പോ അങ്ങനെ ഒരു വ്യക്തിയുടെ നമ്പർ കൊടുക്കുമ്പോൾ അവർ പല സാഹചര്യത്തിലായിരിക്കും. അപ്പൊ അവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ദേഷ്യപ്പെടാം. അത് നമുക്കത് വിഷമാവും. നമ്മളും ട്രാൻസ് ആണ്, നമ്മളും ഡിപ്രഷനിലാണ്. അപ്പൊ നമുക്കത് ഒരു വിഷമാവും. എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് അറിയപ്പെടുന്ന ഒരു മോഡലൊക്കെയാണ്, ട്രാൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മെയിലായിട്ടുള്ള സമയത്ത് സർജറിയെ കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോൾ അവർ എന്നോട് ചൂടായി. കാരണം അന്ന് ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ട് അവർ ചൂടായി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവും. ഞാൻ ഡിപ്രഷന്റെ പുറത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാക്കിയ കാര്യങ്ങളായിരിക്കും. സർജറി ശേഷം ഞാനിങ്ങനെ യൂട്യൂബിൽ സൂര്യയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ടാബ്ലറ്റ് പോലും കൊടുത്തില്ല, അല്ലെങ്കിൽ സർജറി ട്യൂബ് തനിയെ വലിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ നമ്മൾ മരിച്ചു പോകും. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഡിപ്രഷനായി. അപ്പൊ ഞാൻ ആ ട്രാൻസ്ഫോമിനെ വിളിച്ചപ്പോൾ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് തരാതാവോ ചോദിച്ചപ്പോൾ, ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് തരാറുണ്ടല്ലോ എന്നിട്ട് എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. ഒരുപക്ഷെ അവർക്കത് വേദന. അപ്പൊ ഞാൻ ചോദിച്ചത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അപ്പോ എനിക്ക് ഡിപ്രഷന്റെ പുറത്താണ് ഞാൻ ചോദിച്ചത്, അവർക്ക് ഡിപ്രഷൻ ആയതുകൊണ്ട് എന്റെ വഴക്ക് പറഞ്ഞു. അപ്പൊ സർജറി കഴിഞ്ഞവര് പൊതുവെ എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടാറുണ്ട്. കാരണം അവർക്ക് ഡിപ്രഷൻസ് ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ ഞാൻ ട്രാൻസ് ആയി. ഇപ്പൊ എന്റെ 2 കൂട്ടുകാരികളുണ്ട്. 2-3 പേരെടുത്ത് ഞാൻ സർജറിയെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കില്ലല്ലോ. സർജറി കഴിഞ്ഞവരടുത്ത് ചോദിക്കുമ്പോൾ എന്താ ആ റെസ്പോൺസ് ആണോ. ഇനിയിപ്പോ ഞാൻ മുമ്പ് സർജറി കഴിയാത്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്ക് അത് കുഴപ്പമില്ലായിരിക്കാം, ചിലവർക്ക് അത് ദേഷ്യമായിരിക്കാം. അപ്പോൾ പരിചയമില്ലാത്ത നമ്മൾ ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ ഒരു വ്യൂവർ ആണ്, അവര് നിങ്ങൾക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയണമെന്നില്ല. ഇനിയിപ്പോ ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതായത് ഇതുപോലെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ വെച്ച് ഞാൻ വീഡിയോ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഒക്കെ, എന്നിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഉണ്ടായിരുന്നു നമ്മളുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, നമ്മൾ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ജോലിയുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്. നമ്മളുടെ ടോപ്പിക്ക് ഡൈവേർട്ടായി പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് ജോലിയും നിങ്ങൾ ചെയ്യാം, അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചാൽ മതി. പിന്നെ ജീവിക്കാൻ ഒരു വരുമാനം വേണം, അതിന് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാണ് ഇപ്പൊ എൻ്റെ ഒരു ചിന്താഗതിയിൽ. ഞാൻ ട്രാൻസ് ആകുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആളുകളൊക്കെ സെക്സ് വർക്കിനാണ് കൂടുതലും പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് പോകേണ്ട അവസ്ഥ വരും എന്നൊക്കെയാണ് ഞാൻ ജീവിക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. ഇപ്പോഴും ഞാൻ ജീവിച്ചു പോകുന്നു. എൻ്റെ ഈ ഒരു ജോലി ഉള്ള കാലം വരെ എനിക്ക് ഇങ്ങനെ ജീവിച്ചു പോവാം. ഒരു പക്ഷേ ഈ ജോലി പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്നിരുന്നാൽ കൂടെ ഞാൻ ഒരേ സമയം ഒന്നിലധികം ജോലി അതായത് ഒരേ സമയം ഒന്നിലധികം ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പോകുന്നു. എന്നിരുന്നാൽ കൂടെ എല്ലാം കുറച്ച് ചെയ്യുമ്പോൾ എല്ലാം കൂടെ എനിക്ക് മാസം ഒരു 10,000-15,000 വരുള്ളൂ. ഉള്ളത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ എൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ മെയിനായിട്ട് ഞാൻ സമയം കളയണത് ഈ യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. അപ്പൊ യൂട്യൂബിന് വേണ്ടി സമയം കളയുമ്പോൾ എനിക്ക് ഇതിലൊരു ഇൻകം കിട്ടുന്നുമില്ല. അല്ലെങ്കിൽ അത്യാവശ്യം എനിക്ക് ഇതൊന്നും കിട്ടുവാണെങ്കിൽ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാശായി. എന്നിരുന്നാലും ഇപ്പൊ നിലവിൽ എനിക്ക് കഴിഞ്ഞ മാസം കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കടകളാണ്, എല്ലാം ഫിനിഷായി. അപ്പൊ ഞാൻ യൂട്യൂബിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാഹചര്യം കിട്ടുന്നതൊക്കെ ചെയ്യാം. കാരണം എനിക്ക് വീഡിയോ ചെയ്യുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ല. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ വീഡിയോ നോക്കും. എനിക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചില സമയത്ത് താല്പര്യം കുറവുണ്ടാവും. ഇപ്പൊ ഞാൻ ജോലി ടെൻഷനിലായിരിക്കും, ചിലപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണം തോന്നും. എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള മൈൻഡ് വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.